തെരുവുനായ പ്രശ്നം ഇന്ന് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. സുപ്രീം കോടതി പോലും വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് പല ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട വലിയൊരു പ്രശ്നമായി തന്നെ ഇത് മാറുമ്പോൾ അതിനുള്ള പരിഹാരം രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടങ്ങളിൽ തങ്ങളുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുന്നുണ്ട്. തെരുവുനായ പ്രശ്നത്തിനുള്ള പരിഹാരങ്ങളാണ് അവർ വാഗ്ദാനങ്ങളായി ഉൾപ്പെടുത്തുന്നത്. പലപ്പോഴും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുകയാണെങ്കിൽ തെലങ്കാനയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. തെലങ്കാനയിൽ തെരുവ് നായ്ക്കളെ കൂട്ടത്തോടെ ഇല്ലാതാക്കുന്ന സംഭവങ്ങൾ തുടരുന്നുവെന്നാണ് വിവരങ്ങൾ. ഹനംകൊണ്ട ജില്ലയിൽ മാത്രം ഏകദേശം 200 തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ട നായ്ക്കളുടെ എണ്ണം 1100 കടന്നുവെന്നാണ് മൃഗസ്നേഹികൾ ആരോപിക്കുന്നത്. 2025 ഡിസംബറിൽ തെലങ്കാനയിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പ്രധാന വാഗ്ദാനമായിരുന്നു തെരുവ് നായ നിർമ്മാർജ്ജനം. ഇത് പാലിക്കാനാണ് പഞ്ചായത്തിലെ പുതിയ ജനപ്രതിനിധികൾ ഇടപെട്ട് കൂട്ടത്തോടെ തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കുന്നതെന്നാണ് ആരോപണം. ഹനംകൊണ്ട ജില്ലയിലെ ഷായംപേട്ട് മണ്ഡലത്തിലുള്ള പാതിപ്പാക ഗ്രാമത്തിൽ ഒരു മാസം മുമ്പ് 200 നായ്ക്കളെ വിഷം കുത്തിവെച്ച് കൊന്നിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇത് നടന്നതെന്നാണ് മൃഗസ്നേഹികളുടെ പരാതിയിൽ പറയുന്നത്. ഈ നായ്ക്കളുടെ ജഡങ്ങൾ പിന്നീട് കുഴിച്ചുമൂടുകയായിരുന്നു. സ്ട്രേ ആനിമൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന എൻജിഒയുടെ ഭാരവാഹികളായ ഗൗതം ഗ്രാമവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് പോലീസിനെ പരാതിയുമായി സമീപിച്ചത്. നേരത്തെ ഷായംപേട്ട്, ആരേപ്പള്ളി ഗ്രാമങ്ങളിൽ 300 നായ്ക്കളെ കൊന്നതുമായി ബന്ധപ്പെട്ട കേസിനൊപ്പം ഈ പുതിയ പരാതിയും ഉൾപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു. കേസിൽ 2 വനിതാ പഞ്ചായത്ത് അംഗങ്ങൾക്കും അവരുടെ ഭർത്താക്കന്മാരും ഉൾപ്പെടെ 9 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തെരുവ് നായ ശല്യം പരിഹരിക്കുമെന്ന് ജനപ്രതിനിധികൾ നൽകിയ വാഗ്ദാനമാണ് ഇത്തരത്തിൽ നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിന് പിന്നിലെന്നാണ് മൃഗസ്നേഹികൾ ആരോപിക്കുന്നത്.